ട്രൂ മീഡിയ കേരള വന്നെത്തിയിരിക്കുന്നത് കർണാടകത്തിലെ പെരുമ്പാടി മാക്കൂട്ടം ചുരം പാതയിലാണ്. കണ്ണൂർ സ്വദേശിയായ കെ.എൻ. ബാലകൃഷ്ണൻ, 65 വയസ്സുള്ള ബാലകൃഷ്ണനെ കാണാനില്ല എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് ചുരം പാതയിൽ നടത്തിയ തെരച്ചിലിൽ അദ്ദേഹത്തിൻ്റെ വാഹനം മറിഞ്ഞ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഉൾപ്പെടെ വാഹനത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഉൾപ്പെടെ കണ്ടെത്തുകയുണ്ടായി. ഇപ്പോൾ വാഹനം ഇവിടെ നിന്ന് പോലീസ് അധികൃതർ അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളൊക്കെ ചേർന്ന് ഇത് മാറ്റുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ആദ്യം നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വാഹനം കഴിഞ്ഞ മണിക്കൂറുകൾ, ഏകദേശം ഒരു ദിവസമായിട്ടും ഇതിൽ യാത്ര ചെയ്ത ജനങ്ങളുടെ ഇടയിലേക്ക്, യാത്രക്കാരുടെ ഇടയിലേക്ക് ഈ വാഹനം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അത് തന്നെ ഏറ്റവും വലിയ ഒരു സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു ദിവസത്തോളം ഈ വാഹനത്തിൽ കെ.എൻ. ബാലകൃഷ്ണൻ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു. എത്ര സമയത്താണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചത് എന്നുള്ളത് അറിയാൻ വേണ്ടി സാധിച്ചിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ അത് അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ മുണ്ടിയാട് സ്വദേശിയാണ് കെ.എൻ. ബാലകൃഷ്ണൻ. അദ്ദേഹത്തിന് വിരാജിപ്പെട്ട ഹെഗ്ലയിൽ റിസോർട്ടാണുള്ളത്. ആഴ്ചയിൽ 3 പ്രാവശ്യം ഈ റിസോർട്ടിൽ വന്ന് അദ്ദേഹം രാവിലെ വന്ന് വൈകുന്നേരം പോകുന്ന ഒരു രീതിയാണ് ഉള്ളത്. ഇവിടെ ചോദിച്ചപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി സാധിച്ചത് അങ്ങനെയാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ തിങ്കളാഴ്ച രാവിലെ ഏകദേശം ഒരു 8 മണിയോടെ കൂട്ടുപുഴയിലുള്ള ഹോട്ടലിൽ, ചെക്ക് പോസ്റ്റിന് സമീപത്തുള്ള ഹോട്ടലിൽ വന്ന് അവിടെ നിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് അദ്ദേഹം വിരാജിപ്പേട്ടയിലേക്ക്, ഹെഗ്ലയിലേക്ക്, റിസോർട്ടിലേക്ക് വന്നിട്ടുള്ളത് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അപ്പോൾ വൈകുന്നേരത്തോടു കൂടി മുണ്ടയാട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം എത്താത്തതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ സുഹൃത്തുക്കളെയും കുടുംബക്കാരെയൊക്കെ വിളിച്ച് ഇങ്ങനെ കാര്യം പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ കണ്ണൂർ SP ഉൾപ്പെടെയുള്ളവർക്കൊക്കെ പരാതി നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ കർണാടകത്തിൽ വന്നു. അപ്പോൾ CCTV, പെരുമ്പാടിയിലുള്ള CCTV പരിശോധിച്ചപ്പോഴാണ് ഈ തിങ്കളാഴ്ച വൈകുന്നേരം ഏകദേശം ഒരു 3:15 അദ്ദേഹം പെരുമ്പാടിയിൽ നിന്ന് കൂട്ടുപുഴയിലേക്കുള്ള യാത്രയിൽ അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങൾ ആ CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചുരം പാതയിൽ തന്നെ വ്യാപകമായിട്ട് കർണാടക പോലീസ്, വിരാജിപ്പെട്ട പോലീസും അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളും ജനങ്ങളൊക്കെ നടത്തിയ തെരച്ചിലാണ് അദ്ദേഹത്തിൻ്റെ ആ കാറ്, അപകടത്തിൽപ്പെട്ട് കിടന്ന ആ കാറ് കണ്ടെത്തിയത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം അതിനുള്ളിൽ നിന്ന് എടുത്തു. ഇന്നലെ 3:30-ക്ക് ശേഷം ഇതിലെ യാത്ര ചെയ്ത വാഹനങ്ങളും യാത്രക്കാരും ഉൾപ്പെടെ ഉള്ളവർ ആർക്കും ഈ ഒരു വാഹന അപകടത്തിൽ നിയന്ത്രണം വിട്ട് മറിഞ്ഞത് കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അത് വളരെ ഒരു ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം. 65 വയസ്സാണ് കെ.എൻ. ബാലകൃഷ്ണനുള്ളത്. കണ്ണൂർ മുണ്ടിയാട് സ്വദേശിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം അതോടൊപ്പം തന്നെ തുടർ നടപടികൾക്കൊക്കെ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഇനിയുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത റിപ്പോർട്ടിൽ ഇത് കൊണ്ടുവരും. Education is not just about books. It's about building character, confidence, and a bright future. At St. John Baptist EMHSS, we believe every child is unique. With experienced teachers, modern classrooms, and a caring environment, we nurture young minds to dream big and achieve more. From strong academics and creative arts to sports, technology, and life skills, we focus on all-round development. A safe campus, value-based education, and personal attention for every student make St. John Baptist EMHSS a second home for your child. Admissions are now open. Give your child the best foundation for a successful tomorrow. Contact 9495 373804.